ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കുറേയധികം മെയിനായിട്ട് ഇന്ന് നടന്നിട്ടുള്ള ന്യൂസുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വേദലക്ഷ്മി ടെലിഗ്രാം ചാനലിൽ കുറേയധികം പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് നടക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓപ്പണായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാ പെൺകുട്ടികളും കാണേണ്ട ഒരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ തന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ പൈസ വാങ്ങിച്ച് പറ്റിച്ചു എന്ന് പറയുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ രേണുസുതി കിച്ചു സുധിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളും, പിന്നെ അക്സറിൻ്റെ കാര്യങ്ങളും, ഇങ്ങനെ കുറേയധികം മെയിനായിട്ടുള്ള ഇന്ന് കേരളത്തിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ അന്നന്ന് എന്തൊക്കെയാണോ സോഷ്യൽ മീഡിയയിലും അല്ലാതെ മെയിൻ ചാനൽസിലൊക്കെ മെയിനായിട്ട് സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശം. അങ്ങനെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ ഓരോ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ആദ്യത്തെ മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് തന്നെ പോകാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദലക്ഷ്മിയുടെ കാര്യമാണ്. വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ മലയാളം സീസണിലെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഈ ഒരു വേദലക്ഷ്മി കുറച്ച് ദിവസങ്ങളായിട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കുറേയധികം പേര് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതും അതിനകത്ത് ആൾക്കാർ പൈസ കൊടുത്ത് കയറി ഇതുപോലത്തുള്ള ആൾക്കാർ കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേദലക്ഷ്മി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെതിരെയൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ കുറേയധികം പേര് എന്താണ് അസൂയാണോ കാശ് കിട്ടാത്തതിൻ്റെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതുകൊണ്ടുണ്ടാവുന്ന ഇന്നത്തെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കിപ്പോൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വേദലക്ഷ്മി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ അമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരിയുടെയോ ഭാര്യയുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇതുപോലുള്ള പല ടെലിഗ്രാം ചാനലുകളിലും കിടപ്പുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിച്ച് പല മോശമായിട്ടുള്ള രീതിയിലൊക്കെ അവർ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണാനും ഈ ഒരു വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേയധികം പേര് പൈസ കൊടുത്തൊക്കെ ഈ ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താൻ കുറേയധികം ഗ്രൂപ്പുകളിൽ ഇതേ കണക്ക് ആൾക്കാരെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തിനാണ് വേദലക്ഷ്മി തുടങ്ങിയെന്ന് പറഞ്ഞാൽ, തനിക്കറിയാവുന്ന ഒരു കുട്ടിക്ക് ഇതേ കണക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെ ഫോട്ടോയൊക്കെ ഇതേ കണക്ക് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കുട്ടിക്കുണ്ടായ അനുഭവമൊക്കെ അതിൻ്റെ പുറകെ പോയ സമയത്താണ് ഇതുപോലെ പല ഗ്രൂപ്പുകളിൽ പലരും സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയൊക്കെ ഫോട്ടോസ് വരെ കൊണ്ടിടുന്ന ചിലവർ വരുന്നുണ്ട്. അത്രയ്ക്ക് ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അവർ വരെ ഇതേ കണക്ക് കൊണ്ടിടുകയും അതിൽ വന്ന് ഇതുപോലുള്ള കുറേയധികം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും സേഫാണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ഇതുപോലെ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഓരോരുത്തന്മാർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റ് ചിലതാണെങ്കിൽ ഇവർ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഈ ഒരു വ്യക്തികളെ തന്നെ, ഇത് ആരുടെ ഫോട്ടോയാണോ ഇത് കണക്ക് മോർഫ് ചെയ്ത് അവരെ ഇത് ഭീഷണിപ്പെടുത്തും. ഇതേ കണക്ക് നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഇത് പുറത്ത് വിടുമെന്നുള്ള രീതിയിൽ അങ്ങനെ പേടിപ്പിച്ച് വരെ പൈസ വാങ്ങുന്ന കുറേയധികം ടീം ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ തനിക്കുണ്ടെങ്കിൽ എത്താൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. കുറേയധികം പേര് താൻ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിച്ച സമയത്തൊക്കെ കുറേയധികം പേര് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മറ്റ് ചിലരാണെങ്കിൽ ഇതൊരു മറ്റുള്ളവരെങ്ങനെ നശിച്ച് കാണണം എന്നുള്ള രീതിയിൽ കാണുന്ന കുറേയധികം പേരുണ്ട്. മറ്റതൊക്കെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ആൾക്കാരുണ്ട്. ഇതിനെല്ലാം എതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ള രീതിയിലാണ് വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ എന്നെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിലും വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഇവിടുത്തെ നിയമവും അതുപോലെ തന്നെ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യം എല്ലാവരും ഇതേ കണക്ക് കരുതലോടിരിക്കണം. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതേ കണക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മെയിനായിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്തിട്ട് ഓരോരുത്തർ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നിർത്തണം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കുറേയധികം പേര് ഇതിലേക്ക് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളൊരു കാര്യം. ഞാൻ സബ്സ്ക്രിപ്ഷനെതിരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് മറ്റ് ചിലർ ഇതേ കണക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല, ഇതൊക്കെ കുറേയധികം പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കേരളത്തിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിപ്രിയയെക്കുറിച്ചാണ്. ലക്ഷ്മിപ്രിയയുടെ
കാര്യങ്ങൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു അൻസിബയായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എന്താണ് ഈ ഒരു അൻസിബയുടെയൊക്കെ ഇഷ്യൂ വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയയുടെ ഒരു ന്യൂസ്, പഴയ ഒരു ന്യൂസ് പുറത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മിപ്രിയ ഉണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് 20 ലക്ഷത്തോളം പൈസ വാങ്ങിച്ചിട്ട് ആ ഒരു വ്യക്തിയെ പറ്റിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു കേസും കാര്യങ്ങളും ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡ്യൂസറായിട്ടുള്ള വ്യക്തി ഒരു കഥയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ലക്ഷ്മിപ്രിയ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കഥ കേട്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും വലിയ രീതിയിൽ നല്ല കഥയാണെന്ന് തോന്നുന്നില്ല, ഞാനും എൻ്റെ ഭർത്താവും വേണമെങ്കിൽ സാറിന് ഈ ഒരു കഥയൊന്ന് മാറ്റി നല്ല രീതിയിൽ എഴുതി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു പ്രൊഡ്യൂസർ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നാളായിട്ടും സ്ക്രിപ്റ്റ് റെഡിയാവുന്നില്ല എന്നുള്ളതായ സമയത്ത് ഈ ഒരു പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇത് റെഡിയാവുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പ്രൊഡ്യൂസർ ഇനി പൈസ എനിക്ക് തിരിച്ചു വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനം ലക്ഷ്മിപ്രിയ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ചെക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം പോയി ബാങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന സമയത്ത് തനിക്ക് ഈ ഒരു പൈസ എടുക്കാനും പറ്റിയിട്ടില്ല. അതിനുശേഷം ഈ ഒരു പ്രൊഡ്യൂസർ ഈ ലക്ഷ്മിപ്രിയമായിട്ടുള്ള ലീഗലി മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 തുടങ്ങിയതായിരുന്നു ഈ ഒരു നിയമ പോരാട്ടം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നത്. ഈ ഒരു ലക്ഷ്മിപ്രിയയും ഭർത്താവും തന്നെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെയും കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് ഇത്രയും പൈസയൊക്കെ കൊടുക്കാൻ പാടുണ്ടായിരുന്നു എന്നുള്ളൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് മെയിനായിട്ട് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്. രേണു സുധിയും കിച്ചും തമ്മിൽ കുറേ നാളുകളായിട്ട് പ്രശ്നങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ കിച്ചു തന്നെ ഇതേ കണക്ക് രേണുവിനെതിരെ വന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെ ഇവർ തമ്മിലുള്ള ഒരു അകലം ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേ കണക്ക് കിച്ചുവിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിലിപ്പം വിളിക്കുകയോ സംസാരിക്കാറോ ഒന്നുമില്ല, നേരത്തെ അങ്ങനെ തന്നെയാണ്, അവനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കത്തുള്ളൂ, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാറുള്ളൂ, എന്തായാലും എനിക്ക് അവനെ എൻ്റെ മോനെ പോലെ തന്നെയാണ്, പക്ഷെ വിളിക്കാറൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. ഇൻ കേസ് ഇനി എങ്ങാനും ഭാവിയിൽ എൻ്റെ അമ്മയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഓക്കെ, ഞാൻ അവനെ തിരക്കി അന്വേഷിക്കുകയൊന്നും ചെയ്യാത്തതായിരിക്കും, പക്ഷെ അതുവരെ ഞാൻ അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് രേണു കിച്ചുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കിച്ചു ഉണ്ടെങ്കിൽ തനിക്ക് ക്യാൻസറാണെന്നുള്ള ഒരു ന്യൂസ് വന്നിട്ട് പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിലും രേണു സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുവിനെ പറ്റിയ ഒരു ന്യൂസ് ഇതേണൊക്കെ ഉണ്ടായിരുന്നത്, രേണുവിന് ക്യാൻസറാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ അത് സത്യമൊന്നുമല്ല. പക്ഷേ എന്നിരുന്നിട്ട് പോലും ആ ഒരു വാർത്ത ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും തന്നെ വിളിച്ചില്ല, അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് അക്സറിനെക്കുറിച്ച് അഖിലയുടെ കുടുംബത്തിലുള്ള ഒരു അംഗം തന്നെ ഇപ്പം പുറത്തു വന്ന് പറഞ്ഞേക്കുവാണ്. ഈ ഒരു അക്സർ അഖിലയുടെ അമ്മയെടുത്ത് സ്വത്തിനെ പറ്റി പറഞ്ഞ് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എതിരായിട്ട് ഇപ്പം ആ ഒരു കുട്ടിയുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു കുട്ടിക്ക് നേരെ ഇത് കണക്ക് കാണിച്ചതെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ 2 കൈക്കൊക്കെ പരിക്ക് വന്നതിന് ശേഷം ഈ ഒരു അഖിലയുടെ അമ്മയുണ്ടെങ്കിൽ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസ് അത് കാര്യമാക്കി എടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അക്സറിനെക്കുറിച്ച് ആ ഒരു ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്സറിൻ്റെ ആദ്യ ഭാര്യയും അക്സറിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, തനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ശാരീരിക ഉപദ്രവം ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ അക്സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഓരോ അപ്ഡേറ്റ് ആയിട്ട് അക്സറിന് എതിരെ ഓരോ പരാതിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.